ഹായ്, നമ്മുടെ 1 lakh സെലിബ്രേഷൻ്റെ സമയത്ത് എനിക്ക് കുറേ കൺഗ്രാറ്റ്സ് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് വന്നൊരു മെസ്സേജാണ്. ഒരു മെസ്സേജ് എന്നല്ല, കുറച്ച് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ റീസൺ, എന്താണ് ഇൻസ്പയർഡ് ആയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. കുറേ പേര് അതിനകത്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അതായത് നമുക്കതിനകത്ത് പൈസ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട്സ് ഉണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ എങ്ങനെ തുടങ്ങിയെന്നല്ല, എന്തുകൊണ്ട് തുടങ്ങി, എന്തായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ, അതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചാനലിൽ കുറേ ഉള്ളത് ഷോർട്സാണ്. അപ്പോൾ ഷോർട്സ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഈ അടുത്തിടയ്ക്കാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. കാരണം ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒക്ടോബർ ആയിട്ടുള്ളൂ, ഒരു 3-4 months ആയിട്ടുള്ളൂ. പക്ഷേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് 3 years ബാക്കാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ്. വീഡിയോസ് ഇങ്ങനെ ഫോണിൽ നോക്കി വർത്താനം പറയാനും ഓരോ വീഡിയോസ് ചെയ്തിടാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അന്നിപ്പം പൈസ കിട്ടുമോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമ്മൾ സമ്പാദിക്കാൻ പറ്റും, നമുക്കൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന തോട്ട്സൊന്നും ഇല്ല. കാരണം കുറേ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനൊക്കെ കുറേ പൈസ കിട്ടുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമുക്കായിട്ടൊന്നും അതിനെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. തുടങ്ങിയ സമയത്ത് ഫുൾ ഇടുന്ന നല്ല ലെങ്ത്തുള്ള വീഡിയോസ്, ലോങ് വീഡിയോസാണ്. കാരണം അന്ന് ഷോർട്സ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അതിനെപ്പറ്റി അറിവും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഷോർട്സ് ഇടാറില്ല, പക്ഷേ ലോങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ എല്ലാം 70 minutes, 23 minutes, 30 minutes അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കുക എന്ന് പറയുന്നത്, അത് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. ആ സമയത്ത് അമ്മ അത്ര സപ്പോർട്ടല്ലായിരുന്നു. ഞാനും ചേച്ചിയും കൂടിയാണ്, മെയിനായിട്ട് ഞാനാണ് എല്ലാ വീഡിയോസിലും ഉണ്ടാവും. പക്ഷേ എൻ്റെ ഗസ്റ്റ് റോളിൽ ചേച്ചിയാണ് വരാറ്. കുറേ വീഡിയോസിൽ ചേച്ചി ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനും ചേച്ചിയും കൂടിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ചേച്ചി എന്ന് ജോലി ചെയ്യുകയാണ്, പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന പിള്ളേരുകൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്ത് സമയം പോകുന്നതിനെപ്പറ്റി അമ്മയ്ക്ക് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല. അതുകൊണ്ട് അമ്മ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-100 വീഡിയോസ് താഴെ ചെയ്തിട്ടുണ്ടാവണം, ഒക്കെ ലോങ് വീഡിയോസ്. പക്ഷെ ഇപ്പം അതെല്ലാം പ്രൈവറ്റാക്കി വെച്ചേക്കാം കേട്ടോ. കാരണം അതിന് റീസൺ ഉണ്ട്. അമ്മ ഇങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്, നീ യൂട്യൂബിൽ നീ എന്തിനാണ് ഈ സമയങ്ങൾ, നീ പഠിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ യൂട്യൂബ് ചാനൽ നിർത്താം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീക്ക് പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം നീ എന്താണെന്ന് വെച്ച് തുടങ്ങിക്കോ, യൂട്യൂബോ നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, പക്ഷെ ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്, പഠിക്കാൻ പറഞ്ഞു. ഓക്കെ ദെൻ എന്നാൽ പിന്നെ അമ്മ പറയണത് കേൾക്കാനെങ്കിൽ നിവർത്തി ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എന്നാൽ വീഡിയോസ് എല്ലാം പ്രൈവറ്റ് ആകുമ്പോൾ ഒന്നും എൻ്റെ യൂട്യൂബിന് കാണണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ബഹളമൊക്കെയായി. അങ്ങനെ യൂട്യൂബ് ഞാൻ നിർത്തി ഇൻ ദ സെൻസ് എല്ലാ വീഡിയോസും പ്രൈവറ്റാക്കി. അത് കഴിഞ്ഞ് പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി. ഞാൻ കുറച്ച് നാൾ ICICI ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നാൾ കലൂർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടൻ്റാണ് ഞാൻ. പിന്നെയാണ് ഇൻഫോ പാർക്കിൽ ജോലി കിട്ടുന്നത്. അപ്പോൾ ഇൻഫോ പാർക്കിൽ ജോലി കിട്ടി. പിന്നെ അങ്ങനത്തെ ഒരു റുട്ടീൻ, അതായത് രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു. എനിക്ക് 2 hours ട്രാവൽ ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് 7:15 ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെത്തുന്നത് രാത്രി 8:30. അപ്പോൾ അത്രയും സമയം കംപ്ലീറ്റ്ലി ഞാൻ ബിസിയാണ് മൊത്തത്തിൽ. ആ സമയത്ത് ഇതുപോലെ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ഒരു റിലേറ്റീവിനോട് പറയുക, ഞാൻ ഇവർ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവർ നല്ലപോലെ കൺട്രോൾ ചെയ്യുമായിരുന്നു, ഇപ്പോൾ ഇവർക്ക് ജോലിയൊക്കെ ആയി, ഇവർ അവരുടേതായിട്ടുള്ള ഫ്രീഡം കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് കാഷ്വൽ ടോക്സിൻ്റെ ഇടയിൽ അമ്മ ഇങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഓഫീസിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഓക്കെ ദെൻ അമ്മ അങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുകൂടാ. അങ്ങനെ വിചാരിച്ച് ഞാനൊന്ന് സെർച്ചൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ഓക്കെ യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സാണ് ഭയങ്കര ട്രെൻഡിങ്, ഷോർട്സ് ഇടുന്നത് നല്ലതാണ്, അതിന് കുറച്ചും കൂടി ടൈം നമുക്ക് കുറച്ച് മതി, ലോങ് വീഡിയോസ് പോലെ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്നാൽ ചെയ്യാം. ഇതിലിരിക്കുന്ന ഫോൺ ഒരു പാട്ട ഫോൺ, അതായത് കുറേ നാളുകളായിട്ട് എൻ്റെ ഉള്ളത് ഉള്ളതാണ്, Realme 8 Pro. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലെ നല്ല വീഡിയോസ്, ക്വാളിറ്റിയുള്ള വീഡിയോസ് എടുക്കാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നെ അതൊന്നും ബോദർ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചില്ല. ഞാൻ വീഡിയോസ് വിചാരിച്ചു ഓക്കെ എന്നാൽ ഓഫീസിൽ വരുന്ന വീഡിയോസും അതൊക്കെ തന്നെയല്ലേ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല. ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും ഞാൻ വീട്ടിൽ രാത്രി 8:30 എത്തുന്ന ഞാൻ പിന്നെയും ക്രാഫ്റ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാന്ന് പറയുന്നത് അതൊന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട്
നമുക്ക് വ്ളോഗ് പോലെ ഓഫീസിൽ വരുന്നതും പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അങ്ങനെ അതെല്ലാം തീരുമാനിച്ച് പിറ്റേ ദിവസം രാവിലെ മുതൽ ഞാൻ വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഞെട്ടിങ്ങനെ നിൽക്കുക, ഇതൊക്കെ നീ മൂടി കിട്ടിയതല്ലേ, പിന്നെന്താ വീണ്ടും തുറക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മലേ പറഞ്ഞ ജോലി കിട്ടി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തോളാം, ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഒരുങ്ങുന്നതും ഇറങ്ങുന്നതും ബസ്സിൽ കയറുന്ന എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഇങ്ങനെ എടുത്ത് ഓഫീസിലെത്തിയപ്പോൾ അവിടെ ഇങ്ങനെ പതിവില്ലാത്ത രീതിയിൽ ഞാനിങ്ങനെ ഫോണും കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെ എടുക്കണതാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, കൊളീഗ്സൊക്കെ ചോദിച്ചു എന്താ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം ആരോട് പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഓൾറെഡി യൂട്യൂബ് ചെയ്യുന്ന ഒരാളായിരുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. അന്ന് എനിക്ക് 300 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, അതിൽ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നാളെ അപ്ലോഡ് ചെയ്യും, അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോസ് എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഓൾറെഡി 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ നിനക്ക് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആവുകയെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ 2-3 വീഡിയോസൊക്കെ പബ്ലിക് ആക്കിയായിരുന്നു. വീഡിയോസ് ക്വാളിറ്റി ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കൊളീഗ്, റോഹൻ എന്നാണ് അവൻ്റെ പേര്, അപ്പോൾ പറഞ്ഞു ഡിഞ്ചു എൻ്റെ ഫോണിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, അപ്പോൾ നിനക്ക് വീഡിയോസ് ഞാൻ ഓഫീസിൽ വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഉള്ള വീഡിയോസ് ഞാൻ എടുത്തു തരാം, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ നിൻ്റെ ഫോണിൽ എടുത്തു, അപ്പം കുറച്ചെങ്കിലും ക്ലാരിറ്റി ഉണ്ടാവുന്നത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഫൈൻ ഓക്കെ അങ്ങനെ കുറച്ച് വീഡിയോസ് അവൻ്റെ ഫോണിൽ എടുത്തിട്ട് വൈകുന്നേരം 6 മണിക്കാണ് എൻ്റെ ജോലി അവസാനിക്കുക. അപ്പോൾ 6 മണിയാകുമ്പോൾ എനിക്ക് അവൻ വാട്സപ്പിൽ ഡോക്യുമെൻറ്റ് ഫയലായിട്ട് അയച്ചു തരും. ഞാൻ ബസ്സിൽ കയറിയിരുന്ന് 2 hours ട്രാവൽ ഉണ്ട് വീട്ടിലോട്ട്. ബസ്സിൽ കയറിയിരുന്ന് എഡിറ്റ് ചെയ്യും, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കും. വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ഇവിടെ വീട്ടിൽ വന്നിട്ട്, അതും രാത്രി 8:30 ഞാൻ വന്നതിന് ശേഷമാണ്. അപ്പോൾ അന്ന് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി 8:30 ഇങ്ങനെ വീട്ടിലിരിക്കുമ്പം അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം ഡിഞ്ചു നീ ഓൾറെഡി ടയേർഡാണ്, രാവിലെ 7:15 നീ പോകുന്നത്, വരുന്നത് 8:30, എന്നിട്ട് ഇവിടെ വന്നിട്ട് നീ വോയിസ് ഓവർ എടുത്ത് അപ്ലോഡ് ചെയ്യാനിരിക്കുമ്പം നീ എപ്പോഴാണ് കുളിക്കുക, എപ്പോഴാണ് കഴിക്കുക, എപ്പോഴാണ് പ്രാർത്ഥിക്കുക, എപ്പോഴാണ് ഉറങ്ങുക, നാളെ രാവിലെ വീണ്ടും എഴുന്നേറ്റ് ഓഫീസിൽ പോകണ്ടേ, നീ ടയേർഡാവും എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, അമ്മയല്ലേ പറഞ്ഞത്, ജോലി കിട്ടി കഴിയുമ്പോൾ ഇഷ്ടമുള്ളത് ചെയ്തോളാം, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ഓക്കെ നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പറഞ്ഞതാ, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റേതായ രീതിയിൽ സമയം കണ്ടെത്തി അങ്ങനെ എല്ലാ ദിവസവും ഒരു വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യും ഡെയിലി. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള തന്നെ പണിയായിരുന്നു, കാരണം ഡെയിലി എടുക്കുക ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അന്ന് എനിക്ക് പൈസ കിട്ടും എന്നതിനെ പറ്റി ധാരണ ഇല്ലായിരുന്നെങ്കിലും ജോലി കിട്ടിയതിന് ശേഷം ചെയ്യുമ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഓക്കെ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും, എന്തുകൊണ്ട് നമുക്ക് അത് ട്രൈ ചെയ്തുകൂടാ, നല്ല രീതിക്ക് നമ്മുടെ ആഗ്രഹവും കൂടിയാണല്ലോ. അങ്ങനെ ഒരു ഇതുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി വീഡിയോസ്, മോണിറ്ററി ബെനിഫിറ്റ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. സോ ഡെയിലി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ ആണെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നെനിക്കൊരു ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് ഡെയിലി വീഡിയോസ് ഇടും. ശനി ഞായർ വരുമ്പോൾ 2 വീഡിയോസ് വെച്ചിടും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള കുറച്ച് ആൾക്കാരുടെ പേരുകളുണ്ട്, വിട്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല ആരെങ്കിലും, നല്ല ടെൻഷൻ ഉണ്ട് പറയുമ്പോൾ. പക്ഷേ എനിവേ ഫസ്റ്റ് തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ്, പേര് അഭിജിത്ത് എന്നാണ്, ഞാൻ വിളിക്കുന്നത് അഭിബ്രോ എന്നാണ്. അഭിബ്രോനോടാണ് എനിക്ക് ഫസ്റ്റ് താങ്ക്സ് പറയാനുള്ളത്. കാരണം ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആൾ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ വീഡിയോൻ്റെ ക്ലാരിറ്റീനെയൊക്കെ പറ്റി നല്ലപോലെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആൾ പറഞ്ഞു ഡിഞ്ചു ഒട്ടും ക്ലാരിറ്റി ഇല്ല, ചില പോർഷൻസ് മാത്രമേ ഉള്ളൂ ക്ലാരിറ്റി, അതായത് എൻ്റെ ഫോണിൽ എടുക്കുന്നതിന് തീരെ ക്വാളിറ്റി ഇല്ല, നീ നല്ലൊരു ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ അപ്പോഴത്തെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ച് എനിക്ക് അപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു സേവ് ചെയ്തിട്ട് ഒരു 6 monthsനുള്ളിൽ വാങ്ങുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഓൾറെഡി അപ്ലോഡ് ചെയ്യുമല്ലേ, അപ്പം നല്ല ഫോണിൽ അപ്ലോഡ് ചെയ്യും, നീ ഇപ്പം EMIയിൽ വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഞാനിപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ താളം തെറ്റും, ഞാൻ എന്തായാലും 6 monthsനുള്ളിൽ വാങ്ങിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞപ്പം ചേച്ചിയും ചേട്ടനും കൂടെ 2 പേരും കൂടി ഒരുമിച്ച് എനിക്ക് സാംസങ് S23 ഫോൺ ഗിഫ്റ്റ് ചെയ്തു. മെയിൻലി ഫോക്കസ് ചെയ്തത് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായിരുന്നു എൻ്റെ യൂട്യൂബിൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു ഗിഫ്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ഒരുപാട് താങ്ക്ഫുള്ളാണ് ആ കാര്യത്തിൽ. പിന്നെ എനിക്ക് അഭിബ്രോ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്നെപ്പോലെ തന്നെ യൂട്യൂബിനെ കുറിച്ച് എക്സൈറ്റ്മെൻറ്റ് ഈ ലോകത്ത് തന്നെ ആൾക്കാണ് ആദ്യമൊക്കെ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, ചിരിക്കുന്നു, ഓക്കെ നല്ലതാണെന്ന് പറയുന്നു, ഓക്കെ. പക്ഷേ ആളെപ്പോലെ എന്നെ യൂട്യൂബിൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ഇന്നോളം ഇല്ല. കാരണം ഇപ്പോഴും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആളെപ്പോലെ. കാരണം അത്ര എനിക്കൊരു 10 വ്യൂസ് കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആവും, അതിൻ്റെ ഡബിൾ എക്സൈറ്റഡ് ആവും ആൾ. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ആൾക്ക് ഫിനാൻഷ്യലി എനിക്ക് അപ്പോൾ മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും
ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ആൾ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. ആൾക്ക് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നതും എൻ്റെ പ്രസൻറ്റേഷനും എല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ചേച്ചിയോട് പറയായിരുന്നു, രഞ്ജു രക്ഷപ്പെടും, നമുക്ക് അവളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്തായിരുന്നു, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ ഒബ്വിയസ്ലി അമ്മ. ആദ്യമൊക്കെ കുറച്ച് എതിർപ്പുണ്ടായിരുന്നെങ്കിലും യൂട്യൂബ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി, ഫിനാൻഷ്യലി നമുക്ക് അതിനകത്ത് നിന്ന് ഏൺ ചെയ്യാൻ പറ്റും, എല്ലാം കൊണ്ടും നല്ലതാണ് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ അമ്മമാർ പൊതുവേ അങ്ങനെയാണല്ലോ, മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കണമെങ്കിൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം. അപ്പോൾ അതൊക്കെ മനസ്സിലായതിന് ശേഷം അമ്മ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ മൂത്ത ചേച്ചി ഹസ്ബൻഡും ഇങ്ങനെയുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല കമൻറ്റ്സ് പറയുക, എന്നെ ഹാപ്പി ആക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതേപോലെ വീഡിയോസ് ഫസ്റ്റ് ടൈം മുതലെടുത്തുന്ന റോഹൻ തുടക്കത്തിലെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫീസിലെ കൊളീഗ്സ് എല്ലാവരും, പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന ആളുടെ പേരാണ് സുബിനും ഒക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ, അവനും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, HR-ന് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ സുബിൻ എന്നെ നല്ല സപ്പോർട്ടായിരുന്നു. അതായത് എനിക്ക് കുഞ്ഞു ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, വ്യൂസിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ അവനും YT സ്റ്റുഡിയോ എങ്ങനെയാണ് മര്യാദയ്ക്ക് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവനും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും കോപ്പറേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യാൻ പറ്റിയതൊക്കെ. പിന്നെ ആദർശ്, കുറേ പേരുണ്ട് കേട്ടോ ആക്ച്വലി, ആദർശ്, ലക്ഷ്മിക, ഓക്കെ. പിന്നെ സ്വരാജ് എന്ന് പറഞ്ഞിട്ടൊരു കൊളീഗ് ഉണ്ട്, അവനെ പറ്റി എനിക്ക് കൂടുതലായിട്ട് പറയണം. കാരണം എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത് അവനാണ്. വീഡിയോസ് എല്ലാം എടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഒട്ടുമിക്കതും, പക്ഷെ ചില ഓഫീസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ എടുത്തു തരും. അപ്പോൾ സ്വരാജാണ് ഫസ്റ്റ് എൻ്റെ വൈറൽ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറയും നിൻ്റെ കൈ നല്ല കൈപ്പുണ്യമുള്ള കൈയാണെന്നൊക്കെ പറയും. ഇൻഫോ പാർക്കിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു വലിയ ട്രീ ഉണ്ട്. അതിനകത്ത് നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാ ഉണ്ട്, ഒരു ഭയങ്കര വലിപ്പമുള്ളൊരു ഗ്രീൻ കളർ. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഓഫീസിൽ ആരോടൊക്കെ ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിങ്ങനെ പൊട്ടിച്ച് നോക്കാം, അതിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ പറയാം, അത് നീ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന്. ഓക്കെ, അവൻ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് തന്നു, ഞാനും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ വീട്ടിൽ വന്ന് ബസ്സിലിരുന്ന് എഡിറ്റ് ചെയ്തു, 8:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം സംഭവം വൈറലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സിനുള്ള ഒരു 12K വ്യൂസൊക്കെ കയറിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, നമ്മൾ ഈ മുളയാണ്ടവൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെയായിരുന്നു. ആ ഫ്രൂട്ടിൻ്റെ പേര് എലഫൻ്റ് ആപ്പിൾ എന്നായിരുന്നു. അപ്പോൾ ആ എലഫൻ്റ് ആപ്പിൾ എന്നെ സംബന്ധിച്ചൊരു മുളയാണ്ടവനാണ്. കാരണം അത് ആണ് ഫസ്റ്റ് വൈറലായത്. അതിന് ശേഷമാണ് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയത്. അപ്പം 300 നിന്ന് പതുക്കെ 400, 500, 600, 700 അങ്ങനെ പതുക്കെ പോയി. പിന്നെ ഇടുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം കുറച്ച് വ്യൂസൊക്കെ ആയി തുടങ്ങി. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി ഞാനിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാത്തൊക്കെ ഇരുന്നായിരുന്നു. കാരണം 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് 10 മില്യൺ വ്യൂസും കൂടി ആയാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യത്തിൽ. അപ്പോൾ ഈ 10 മില്യൺ വ്യൂസ് ഷോർട്സിനെ എങ്ങനെ ഞാൻ ഒപ്പിക്കും എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൾറെഡി 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ വേറൊരു വീഡിയോ വൈറലാകുന്നത്. കാറിനകത്ത് കീ ഇങ്ങനെ ലോക്കായി പോകുന്നത്. ആ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പം എനിക്ക് പതുക്കെ വീഡിയോസ് നല്ല രീതിയിൽ റീച്ച് ആകാൻ തുടങ്ങി. അങ്ങനെ 10 മില്യൺ വ്യൂസൊക്കെ ക്രോസ് ചെയ്തു. മോണിറ്റൈസേഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയായി, എല്ലാത്തിനും എലിജിബിളായി. അങ്ങനെ അതെൻ്റെ മോണിറ്റൈസേഷൻ്റെ കുറേ ടെക്നിക്കൽ പരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ, ടാക്സ് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യുക, നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ കുറേ US ടാക്സ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ല രീതിയിൽ നോക്കിയും കണ്ടും ചെയ്യേണ്ടത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റിലൊക്കെ ഭയങ്കര വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ പറയുന്ന അഭിബ്രോയാണ്. ഇപ്പോഴായാലും എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ അഭിബ്രോഡ് തന്നെയാണ് ചോദിക്കാറ്. ആൾ യൂട്യൂബ് ഇതുവരെ ചെയ്ത് ശീലമൊന്നുമില്ല, പക്ഷെ ആളെല്ലാം സെർച്ച് ചെയ്ത് പറഞ്ഞു തരാനൊക്കെ ഭയങ്കര കഴിവാണ്. അപ്പോൾ ആൾ എന്നെ കുറേ ഹെൽപ്പ് ചെയ്ത് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ യൂട്യൂബിൽ നിന്ന് എനിക്ക് റവന്യൂ കിട്ടി. ഫസ്റ്റ് എനിക്ക് കിട്ടിയത് 15,000 റുപ്പീസാണ്. പിന്നെ പതുക്കെ കൂടി വന്നു. അങ്ങനെ ഒരു 4 months ആയിട്ടുള്ളൂ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അന്ന് 3 years നിർത്തിയിട്ട് പിന്നെ 4 months ആയിട്ടുള്ളൂ നമ്മൾ കണ്ടിന്യൂസ് ആയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാനായിരിക്കുന്ന ഈ മേഖല എന്ന് പറയുന്നത് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അക്കൗണ്ടൻ്റ് ഒരു നോർമൽ ഒരു മീഡിയം കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാലറിനെക്കാട്ടിലും എനിക്ക് ഒരുപാട് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം നമുക്കൊരു നഷ്ടമില്ല, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിടാം. പിന്നെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യും, കുഞ്ഞിലേ മുതൽ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യും, ഇങ്ങനെ ഗാർഡനിങ് അത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. പിന്നെ വീട്ടിൽ വീഡിയോസ് എടുത്തു തരാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ട്രൈപ്പോഡാണ്.
ഒരു ട്രൈപോഡ് അന്ന് 3 വർഷം മുന്നേ വാങ്ങിച്ചത് ഇരിപ്പുണ്ട്, അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വരാറില്ല വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി. ഫോണും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം വേറെ ആരുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ കംപ്ലീറ്റ്ലി യൂട്യൂബ് വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് എന്നിലേക്ക് മാത്രം ചുരുങ്ങി. ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ മാത്രം ഒരു മേഖലയായി മാറി. ആരുടെ ഹെൽപ്പ് ഇപ്പോൾ സീക്കാറില്ല. വേണ്ടി വന്ന സീക്കേണ്ടതിന് എനിക്കൊരു മടിയില്ല, ചെയ്തുതരാം. എൻ്റെ ചുറ്റുമുള്ളവർക്കും മടിയില്ല. അതാണ് എൻ്റെ ഭാഗ്യം. അങ്ങനെ ഒക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേണി. അപ്പം എനിക്ക് പറയാനുള്ളത് എഡിറ്റ് ചെയ്യണ കാര്യം. നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തുടക്കം മുതലേ നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യാം. പോരായ്മകളുണ്ടാവും, പക്ഷേ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. ഇൻഷോട്ടിലെ പ്രീമിയം വേർഷൻ പോലും അല്ല ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എല്ലാ ആഡും ഒക്കെ കണ്ട് 29 സെക്കൻഡ്സിൻ്റെ ആഡൊക്കെ കണ്ട് ഒക്കെയാണ് ഞാൻ എപ്പോഴും എഡിറ്റ് ചെയ്യുന്നത്. അപ്ഗ്രേഡ് ചെയ്യണം, പക്ഷേ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇൻഷോട്ട് പോലുള്ളൊരു വളരെ ലിമിറ്റഡായിട്ട് ഉള്ളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേണി. ഇത് ഭയങ്കര ലെങ്തി വീഡിയോ ആണ്, പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് എനിക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയുണ്ടായില്ല. അത് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മൈക്ക് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചവരുണ്ട്. മൈക്ക് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊരു മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അതെൻ്റെ കസിൻ്റെയാണ്. അപ്പം അത് കാരണം ഇപ്പം മൈക്ക് ഉണ്ട് കേട്ടോ ഒരെണ്ണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വന്ന് വളർന്ന് ഇപ്പം 1 lakh സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ യൂട്യൂബ് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. തുടങ്ങാനിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. തുടങ്ങുക, മടി കൂടാതെ തുടങ്ങുക. ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നല്ല ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലപോലെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ജേണി.